Hello, my dear children. How are you? Are you fine there? എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയല്ലേ? ഹൗ വാസ് ടുഡേയ്സ് ക്ലാസ്? ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? സാർ ആദ്യമേ തന്നെ ഒരു സൺഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ? എല്ലാവർക്കും സൺഫ്ലവർ ഉണ്ടാക്കാൻ മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൽ സാറ് വളരെ കുറച്ച് ആക്ടിവിറ്റികൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗം സാർ വായിച്ചു, നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു അല്ലേ? അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് സോണിനെ പറ്റി 4-5 വാക്യങ്ങളിൽ കുറയാതെ എഴുതാനാണ് സാർ പറഞ്ഞത്. നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഡിയർ ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ ലൈൻ കെയർഫുള്ളി. ഓക്കെ, ടേക്ക് യുവർ പേജ് നമ്പർ 37. ലെറ്റ്സ് സ്റ്റാർട്ട്. എ റിക്വസ്റ്റ്. Then the butterflies saw a white lily. Then the butterflies saw a white lily. Good lily, good lily, it's raining heavily. Open your petals wide and take us in to hide. The butterflies begged. എന്താണ് മക്കളെ അവരോട് പറയുന്നത്? Then the butterflies saw white lily. Butterflies saw, see കാണുക, സോ കണ്ടു, സോ എ വൈറ്റ് ലില്ലി. ആദ്യം അവർ സൺഫ്ലവറിൻ്റെ അടുത്ത് പോയി ഷെൽട്ടർ ചോദിച്ചു, കിട്ടിയില്ല. പിന്നെ അവർ കണ്ടതാരെയാണ്? വൈറ്റ് ലില്ലിയാണ് കണ്ടത്. വൈറ്റ് ലില്ലിയോട് ചോദിക്കുകയാണ്, ഗുഡ് ലില്ലി, ഗുഡ് ലില്ലി, ഗുഡ് ലില്ലി, ഗുഡ് ലില്ലി, ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഭയങ്കരമായി മഴ പെയ്യുകയാണ്. ഓപ്പൺ യുവർ പെറ്റൽസ് വൈഡ്. ഓപ്പൺ ചെയ്യുക, തുറക്കുക. യുവർ പെറ്റൽസ് എന്താണ് മക്കളെ? ഇതളുകൾ. പെറ്റൽസ് വൈഡ്. വളരെ വിശാലമായി നിൻ്റെ പെറ്റൽസ്, ഇതളുകൾ തുറന്നു വയ്ക്കൂ. ആൻഡ് ടേക്ക് അസ്, ടേക്ക് അസ് ഇൻ ടു ഹൈഡ്. ടേക്ക് അസ്, വി നമ്മൾ, അസ് നമ്മളെ എന്ത് ചെയ്യാനായിട്ട്? ഇൻ ടു ഹൈഡ് ചെയ്യുക, ഒളിച്ച് ഹൈഡ് ആൻഡ് സീക്ക് നിങ്ങൾ കളിക്കാറില്ലേ? ഒളിച്ച് കളി, ഹൈഡ് ചെയ്യുക, ഒളിക്കുക. നമ്മളെ എവിടെ ഒളിക്കാനായിട്ട് അനുവദിക്കണം? നമ്മുടെ വൈറ്റ് ലില്ലിയുടെ വൈഡ് പെറ്റൽസിൻ്റെ വലിയ ഇതളുകളുടെ അടിയിൽ നമ്മളെ ഒളിപ്പിക്കൂ എന്നാണ് നമ്മുടെ ബട്ടർഫ്ലൈ വൈറ്റ് ലില്ലിയോട് പറയുന്നത്. ഹൈഡ് ചെയ്യുക എന്താണ് മക്കളെ? ഒളിക്കുക. അപ്പോൾ എന്താണ് വൈറ്റ് ലില്ലി റിപ്ലൈ തന്നത്? മൈ ഫേവറേറ്റ് വൺ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദ വൈറ്റ് വൺ, വെള്ള ബട്ടർഫ്ലൈ. വൈറ്റ് ലില്ലിയുടെ നിറം വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ലില്ലിക്ക് ആരെയാണ് ഇഷ്ടം? വൈറ്റ് ബട്ടർഫ്ലൈയാണ് ഇഷ്ടം. മൈ ഫേവറേറ്റ് വൺ, ദ വൈറ്റ് വൺ, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. നിനക്ക്, ക്യാൻ കഴിയും, നിനക്ക് കഴിയും, സ്റ്റേ വിത്ത് മീ എന്നോടൊപ്പം തങ്ങാൻ നിനക്ക് കഴിയും. വിത്ത് അറിയാലോ മക്കളെ? ഒപ്പം, കൂടെ എന്നുള്ളതാണ്. നമ്മൾ ഗ്രാമർ പാർട്ടിൽ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക് എന്നോടൊപ്പം തങ്ങാൻ കഴിയും. ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്, സ്റ്റോപ്പ് ചെയ്യുക, നിൽക്കുക. റെയിനിങ് തീരുന്നത് വരെ, റെയിനിങ് മഴ നിൽക്കുന്നത് വരെ. ടില്ലിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? വരെ. ടിൽ ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്, മഴ നിൽക്കുന്നത് വരെ നിനക്കെന്നോടൊപ്പം നിൽക്കാം. ആരോടാണ് പറയുന്നത്? വൈറ്റ് ബട്ടർഫ്ലൈനോടാണ് പറയുന്നത്. പിന്നെയോ, ബട്ട് ഐ ക്യാൻ ലെറ്റ് ഇൻ ഹിയർ ഓൺലി ദ വൈറ്റ് വൺ. പക്ഷേ എനിക്ക് എന്ത് മാത്രമേ കഴിയൂ? എനിക്ക് കഴിയും. ലെറ്റ് ഇൻ ഹിയർ ഓൺലി ദ വൈറ്റ് വൺ, വെള്ള ചിത്രശലഭത്തിനെ മാത്രമേ എനിക്ക് അകത്തേക്ക് കയറ്റാൻ കഴിയൂ. സെഡ് ദ വൈറ്റ് ലില്ലി എന്താ പറഞ്ഞത്? എൻ്റെ ഫേവറേറ്റ് ഒന്നാണ് വൈറ്റ് വൺ. യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയും. പക്ഷേ എനിക്ക് നിന്നെ മാത്രമേ അകത്തേക്ക് കയറ്റാൻ കഴിയൂ. ബട്ട് ഐ ക്യാൻ ലെറ്റ് ഇൻ ഹിയർ ഓൺലി ദ വൈറ്റ് വൺ. എന്താണ് വൈറ്റ് ബട്ടർഫ്ലൈയുടെ മറുപടി? യെസ്, ലുക്ക് അറ്റ് ഹിയർ. നോ ഡിയർ. എൻ്റെ പ്രിയപ്പെട്ടവനെ, അത് പറ്റില്ല. നോ ഡിയർ, ഐ വോണ്ട് സ്റ്റേ ഹിയർ. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ് മക്കളെ, ഓർത്തിരിക്കുക. ഐ വോണ്ട് സ്റ്റേ ഹിയർ, ഞാൻ ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല. സെൻഡിങ് എവേ മൈ ഫ്രണ്ട്സ് ഇൻ ഡിസ്മേ. സെൻഡിങ് എവേ, ദൂരത്തേക്ക് പറഞ്ഞയക്കുക. മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ. ഇൻ ഡിസ്മേ, ഇൻ ട്രബിൾ, അതായത് ഈ സങ്കടാവസ്ഥയിൽ അവരെ ദൂരത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ കഴിയില്ല. വൈറ്റ് ബട്ടർഫ്ലൈ പറയാണ്.
റിപ്ലൈഡ് ദ വൈറ്റ് ബട്ടർഫ്ലൈ. ഇങ്ങനെയാണ് വൈറ്റ് ബട്ടർഫ്ലൈ റിപ്ലൈ കൊടുത്തത്. റിപ്ലൈ കൊടുക്കുക, മറുപടി കൊടുക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളും ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ 4-5 തവണ ആവർത്തിച്ച് വായിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ. ദെൻ സാർ തന്ന അടുത്ത വർക്ക് എന്തായിരുന്നു മക്കളെ? റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 or 6 സെൻറ്റൻസ് എബൌട്ട് എനി ഓഫ് യുവർ ഫേവറേറ്റ്. ഈ തന്നിരിക്കുന്ന വേർഡ് ട്രീയിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള, അതായത് നോക്കൂ, മൈ ഫേവറേറ്റ് എന്ന് എഴുതിയിട്ട് കളറുണ്ട്, ഫ്രൂട്ട്, ബേർഡ്സ്, ആനിമൽസ്, ഫുഡ്, ഫിലിം സ്റ്റാർ, ഫ്ലവേഴ്സ്. ഇതിൽ ഗ്രീൻ കളറിലൊരു കോളം തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എഴുതാം, ഫ്രൂട്ട്സ് എഴുതാം, അങ്ങനെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അവിടെ എഴുതേണ്ടത്. അതുമാത്രം പോരാ, നിങ്ങളുടെ ഫേവറേറ്റ്സിനെ പറ്റി അറ്റ്ലീസ്റ്റ് 5 or 6 സെൻറ്റൻസ് എഴുതാനും കൂടി സാറ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ കഴിയും അല്ലേ? മൈ ഫേവറേറ്റിനെ പറ്റി എങ്ങനെയാണ് എഴുതേണ്ടെന്നൊരു ചെറിയ മോഡൽ ഞാൻ തരാം. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്, മൈ ഫേവറേറ്റ് ബേർഡ്, മൈ ഫേവറേറ്റ് ആനിമൽ. ഈ 3 പറ്റി ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മൈ ഫേവറേറ്റ് ബേർഡിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഈ മോഡലൊന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിനെ പറ്റി സ്വന്തമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയും. നോക്കൂ, ലെറ്റ്സ് റീഡ്. ഒന്ന് വായിച്ച് നോക്കാം. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് എ പാരറ്റ്. എൻ്റെ ഫേവറേറ്റ് ബേർഡ് ആരാണ്? പാരറ്റാണ്. പാരറ്റ് ആരാണ്? തത്ത. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇതിനെ കാണാൻ എങ്ങനെയാണ്? അവൾ സുന്ദരിയാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് വളരെ സുന്ദരിയാണ്, മനോഹരമാണ്. ഇറ്റ് ഹാസ് റെഡ് ബീക്ക്. അവൾക്ക് എന്തുണ്ട്? റെഡ് കളർ ബീക്ക്. ബീക്ക് ചുണ്ട്. ചുവന്ന ചുണ്ടുകൾ. പാരറ്റിൻ്റെ ചുവന്ന ചുണ്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൻഡ് ഗ്രീൻ ഫെതേഴ്സ്. എങ്ങനെയുള്ള ഫെതേഴ്സാണ് അവൾക്കുള്ളത്? ഗ്രീൻ കളർ, പച്ച കളറിലെ തൂവലുകളാണ് അവൾക്കുള്ളത്. ഇറ്റ് ക്യാൻ സ്പീക്ക്. ഇതിന് എന്ത് ചെയ്യാൻ കഴിയും? സംസാരിക്കാൻ കഴിയും. കണ്ടിട്ടില്ലേ ചില തത്തമ്മ സംസാരിക്കുന്നത്? ഇറ്റ് ക്യാൻ സ്പീക്ക്. എൻ്റെ തത്തമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയും കേട്ടോ. ഇറ്റ് കോൾസ് മീ ബൈ മൈ നെയിം. ഇറ്റ് കോൾസ് മീ. എന്നെ വിളിക്കുന്നത്, അവൻ എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ്? എന്നെ വിളിക്കുന്നത് ബൈ മൈ നെയിം. എൻ്റെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. അപ്പു 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 എന്ന് വിളിക്കും. പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടിട്ടില്ലേ തത്തമ്മ? ഇവൾക്കും പേര് ചൊല്ലി വിളിക്കാൻ കഴിയും. ഐ ഗീവ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ടു മൈ പാരറ്റ്. എൻ്റെ പാരറ്റിന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്? ഫ്രൂട്ട്സ്, പഴങ്ങളും, നട്ട്സ്, ഫലങ്ങളും അല്ലേ? ഞാനത് അണ്ടിപ്പരിപ്പ് കൊടുക്കും, കപ്പലണ്ടി കൊടുക്കും. അങ്ങനെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? പാരറ്റിന് കൊടുക്കാറുണ്ട്. മൈ പാരറ്റ് പ്ലേസ് വിത്ത് മീ. എൻ്റെ പാരറ്റിന് കൂടെ കളിക്കാറുണ്ട് കേട്ടോ. ഐ ലവ് മൈ പാരറ്റ് വെരി മച്ച്. എനിക്ക് എൻ്റെ പാരറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ബേർഡിനെ പറ്റി, നിങ്ങളുടെ ഫേവറേറ്റ് ബേർഡിനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? മൈ ഫേവറേറ്റ് ആനിമൽ. അടുത്തതായി നമ്മുടെ ഫേവറേറ്റ് ആനിമലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആനിമൽ ആരാണെന്ന് അറിയാമോ? മൈ ഫേവറേറ്റ് ആനിമൽ ഈസ് എ ഡോഗ്. എൻ്റെ ഫേവറേറ്റ് ആനിമൽ ഒരു ഡോഗാണ്. ഇറ്റ് ഈസ് എ പപ്പി. ഇതാരാണ്? ഒരു പപ്പിയാണ്. പപ്പി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ? പട്ടിക്കുട്ടി അല്ലേ? ഇറ്റ് ഈസ് എ പപ്പി. ഇതൊരു പട്ടിക്കുട്ടിയാണ്. ഇറ്റ്സ് നെയിം ഈസ് പൂപ്പി. ഇറ്റ്സ് നെയിം. ഇവൻ്റെ പേരെന്താണ്? പൂപ്പി എന്നാണ്. ഇറ്റ്സ് കളർ ഈസ് വൈറ്റ്. ഇവൻ്റെ കളറ് വൈറ്റാണ്, വെള്ള കളറാണ് അവന് കേട്ടോ. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവനെ കാണാനും വളരെ ഭംഗിയുള്ളവനാണ്, സുന്ദരനാണ് എൻ്റെ പൂപ്പി. പൂപ്പി പ്ലേസ് വിത്ത് മീ. പൂപ്പി എൻ്റെ കൂടെ കളിക്കാറുണ്ട്. പൂപ്പി ഹാസ് എ ബെൽ ഇൻ ഹിസ് നെക്ക്. പൂപ്പിയുടെ കഴുത്തിൽ എന്തുണ്ട്? ഹാസ് എ ബെൽ. ഒരു മണി ഉണ്ട്. അത് ഞാൻ കെട്ടിക്കൊടുത്താണ് കേട്ടോ. പൂപ്പി ഹാസ് എ ബെൽ ഇൻ ഹിസ് നെക്ക്. മൈ ഫാദർ മെയ്ഡ് എ നൈസ് കെനൽ ഫോർ ഹിം. മൈ ഫാദർ, എൻ്റെ അച്ഛൻ എന്താ അവന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? മേക്ക്, ഉണ്ടാക്കുക. മെയ്ഡ്, ഉണ്ടാക്കി. മെയ്ഡ് എ നൈസ് കെനൽ. കെനൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ? പട്ടിക്കൂട്. ഫോർ ഹിം, അവന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഒരു നല്ല പട്ടിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഗീവ് ഹിം മിൽക്ക് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ അവന് മിൽക്ക് കൊടുക്കാറുണ്ട്, പാലും കൊടുക്കാറുണ്ട്. അമ്മ തരുമ്പോൾ ഞാൻ അവനും കൊണ്ടുപോയി കൊടുക്കും. ഐ ലവ് മൈ പൂപ്പി വെരി മച്ച്. എൻ്റെ പൂപ്പി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട അനിമൽസിനെ പറ്റി എഴുതാൻ കഴിയില്ലേ? കഴിയും. നോക്കൂ മക്കളെ, മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. അടുത്തതായി പറയുന്നത് ഫേവറേറ്റ് ഫ്രൂട്ടിനെ പറ്റിയാണ്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് മാംഗോ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോയാണ്, മാങ്ങയാണ് കേട്ടോ. ഐ ഹാവ് എ
മാംഗോ ട്രീ ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ ഒരു മാംഗോ ട്രീ തന്നെയുണ്ട്. മൈ മാംഗോസ് നെയിം ഈസ് മൽഗോവ. എൻ്റെ വീട്ടിലുള്ള മാങ്ങയുടെ പേരെന്താണ്? മൽഗോവ എന്നാണ്. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആൻഡ് സ്വീറ്റി, മധുരവും ഉള്ളതാണ്. ടേസ്റ്റും മധുരവും ഉള്ളതാണ് എൻ്റെ മാങ്ങ. മൈ മദർ മേക്സ് ജ്യൂസ് ഫ്രം ദിസ് മാംഗോ. മൈ മദർ, എൻ്റെ അമ്മ, മേക്ക് ചെയ്യുക, ഉണ്ടാക്കുക. ജ്യൂസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഫ്രം ദിസ് മാംഗോ, ഈ മാങ്ങയിൽ നിന്ന് എൻ്റെ അമ്മ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാറുണ്ട്. മൈ മാംഗോ ഹാസ് ആൻ അമേസിങ് അരോമ. നോക്കൂ മക്കളെ, മൈ മാംഗോ ഹാസ് ആൻ അമേസിങ്, നല്ല അത്ഭുതപ്പെടുത്തുന്ന, നല്ല നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു അരോമയുണ്ട്. എന്താണ് മക്കളെ അരോമ? സുഗന്ധം. മാങ്ങയുടെ മണം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അരോമ മീൻസ് സുഗന്ധം, മണം. വി ഓൾ ലൈക്ക് ദിസ് മാംഗോ. നമുക്ക് എല്ലാവർക്കും ഈ മാങ്ങ വളരെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡിനെ പറ്റി ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലേ? സ്വന്തമായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ പറ്റി വളരെ മനോഹരമായി ഇതുപോലെ ഈ മോഡൽ ഉപയോഗിച്ച് എഴുതാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ശ്രമിക്കണം. ഓക്കെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അഡീഷണലായിട്ട് 2 ആക്ടിവിറ്റി തരികയാണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 തോട്ടുകളാണ് തരുന്നത്. കഴിഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ട്, അതായത് സൺഫ്ലവറിനോട് ഷെൽട്ടർ ചോദിക്കുന്ന സമയത്ത് സൺഫ്ലവർ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? എൻ്റെ ഫേവറേറ്റ് ഉണ്ടായ റെഡിനും യെല്ലോയ്ക്കും മാത്രം ഇവിടെ സ്റ്റേ ചെയ്യാം, വൈറ്റിന് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ഈ സമയത്ത് വൈറ്റ് ബട്ടർഫ്ലൈക്ക് തോന്നുന്ന ചിന്ത, തോട്ട്, അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. എക്സാമിന് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ഏത് ക്യാരക്ടറിൻ്റെയും തോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും പോസിബിലിറ്റിയുള്ള സാധ്യതയുള്ള ഭാഗങ്ങളാണിവ. സൺഫ്ലവർ തന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ വൈറ്റ് ബട്ടർഫ്ലൈക്ക് ഉണ്ടാകുന്ന സങ്കടം എന്തായിരിക്കും? വൈറ്റ് ബട്ടർഫ്ലൈയുടെ മനസ്സിലുണ്ടാകുന്ന തോട്ട് നോക്കൂ മക്കളെ. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, വൈ ദിസ് സൺഫ്ലവർ ഡസൻ ലൈക്ക് മീ. വൈ, എന്തുകൊണ്ടാണ്? ദിസ് സൺഫ്ലവർ, ഈ സൺഫ്ലവർ, ഡസൻ ലൈക്ക് മീ, എന്നെ എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തത്, ഇഷ്ടപ്പെടാത്തത്? ദൈവമേ, എന്തുകൊണ്ടാണ് ഈ സൺഫ്ലവർ എന്നെ ഇഷ്ടപ്പെടാത്തത്? മേ ബി ഐ ഡോണ്ട് ഹാവ് എനി കളർ ഇൻ മൈ വിങ്സ്. മേ ബി മീൻസ് ആയിരിക്കാം. മേ ബിയുടെ അർത്ഥം ആയിരിക്കാം. മേ ബി ഐ ഡോണ്ട് ഹാവ് എനി കളർ ഇൻ മൈ വിങ്സ്. വിങ്സ് എന്താണ് മക്കളെ? ചിറകുകൾ. എൻ്റെ ചിറകുകളിൽ കളറുകൾ ഒന്നുമില്ലാത്ത, ഡോണ്ട് ഹാവ് കളർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഇല്ല, കളറുകളില്ല. ചിത്രശലഭം വിചാരിക്കുകയാണ്, മേ ബി ഐ ഡോണ്ട് ഹാവ് എനി കളർ ഇൻ മൈ വിങ്സ്. എൻ്റെ വിങ്സിൽ കളറുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ സൺഫ്ലവറിന് എന്നെ ഇഷ്ടപ്പെടാത്തത്. വാട്ട് ക്യാൻ ഐ ഡു? എനിക്കെന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നോക്കൂ മക്കളെ, വാട്ടിൻ്റെ അർത്ഥം എന്ത്, ക്യാൻ കഴിയുക, ഐ ഡു എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, ഡു ചെയ്യുക, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലേ? ദൈവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപവും ഭംഗിയും ഒക്കെ തരുന്നത്. വൈറ്റ് ബട്ടർഫ്ലൈക്ക് കളറുകളില്ലാത്തത് ബട്ടർഫ്ലൈയുടെ കുറ്റമാണോ? അല്ല. വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഫോൾട്ട് എന്താണ് മക്കളെ? തെറ്റ്. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, ഇത് എൻ്റെ തെറ്റല്ലല്ലോ. ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി കളർ ഇൻ മൈ വിങ്സ്. ഐ ഡോണ്ട് ഹാവ് എനി കളർ ഇൻ മൈ വിങ്സ്. എൻ്റെ വിങ്സിൽ എനി കളർ, ഒരു കളർ പോലും ഇല്ലാത്തത് എൻ്റെ കുറ്റമാണോ? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ബട്ട് ഐ ആം ഷുവർ, പക്ഷേ ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. ദാറ്റ് മൈ ഫ്രണ്ട്സ് വിൽ നോട്ട് ലെറ്റ് മീ അലോൺ ഇൻ ദിസ് ഹെവി റെയിൻ. ബട്ട് ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പുള്ളത്? ദാറ്റ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ, വിൽ നോട്ട് ലെറ്റ് മീ എലോൺ മക്കളെ, ഒറ്റയ്ക്ക്. ലെറ്റ് മീ എലോൺ ഇൻ ദിസ് ഹെവി റെയിൻ, ഈ ഹെവി റെയിൻ, ഈ ഭാരിച്ച മഴയത്ത് എന്നെ ഒറ്റയ്ക്കാക്കില്ല. ലെറ്റ് മീ എലോൺ മീൻസ് എന്നെ ഒറ്റയ്ക്കായി വിടില്ല, എന്നെ ഒറ്റയ്ക്കാക്കില്ല. ആരാണ് ഒറ്റയ്ക്കാക്കാത്തത്? എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്ന് വൈറ്റ് ബട്ടർഫ്ലൈന് ഉറപ്പുണ്ടല്ലേ. ഇതായിരിക്കും വൈറ്റ് ബട്ടർഫ്ലൈയുടെ ചിന്ത. എല്ലാ മക്കളും ഇത് ശ്രദ്ധാപൂർവം വായിക്കുക. എന്നിട്ട് സ്വന്തം സെൻറ്റൻസിൽ വൈറ്റ് ബട്ടർഫ്ലൈയുടെ തോട്ട് എഴുതാനും ശ്രമിക്കണം കേട്ടോ മക്കളെ. മറ്റൊരു തോട്ടിന് സാധ്യതയുള്ളത്, സൺഫ്ലവർ വൈറ്റ് ബട്ടർഫ്ലൈയെ അകത്തേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സമയത്ത് റെഡും യെല്ലോയും പറയുന്നുണ്ട്, നമ്മളും എന്ത് ചെയ്യില്ല, നിന്നോടൊപ്പം നിൽക്കില്ല ഇല്ലേ? അപ്പോൾ 3 പേരും മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവർക്ക് ഷെൽട്ടർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും ദൈവമേ, ഷെൽട്ടർ കിട്ടാത്തൊരവസ്ഥ വന്നാൽ നാം എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു തോട്ട് അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ തോട്ട് കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, വാട്ട് ക്യാൻ വി ഡു നൗ? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? വേർ ക്യാൻ വി ഗോ നൗ? നമുക്ക് എവിടെ പോകാൻ കഴിയും? മക്കളെ, വാട്ടിൻ്റെ അർത്ഥം എന്ത്, വേർ ആണെങ്കിലോ എവിടെ. വേർ ക്യാൻ വി ഗോ നൗ? എവിടേക്കാണ് നമുക്ക് പോകാൻ കഴിയുക? നൗ, ഇപ്പോൾ. ഇപ്പോൾ നമുക്ക് എവിടെയാണ് പോകാൻ കഴിയുക? ഹൂ വിൽ ഹെൽപ്പ് അസ്? നമ്മളെ ആരാണ് സഹായിക്കുന്നത്? ഹൂ, ആര്. ഹൂ വിൽ ഹെൽപ്പ് അസ്? നമ്മളെ ആരാ സഹായിക്കുന്നത്? ഹൂ വിൽ ഗീവ് അസ് ഷെൽട്ടർ? നമുക്ക് ആരാണ് ഷെൽട്ടർ തരുന്നത്? ഹൂ വിൽ ഗീവ് അസ്? തരിക. അസ്, നമുക്ക് തരിക. ഷെൽട്ടർ, നമുക്ക് ഷെൽട്ടർ ആരാണ് തരുന്നത്? ഫ്രം ദിസ് ഹെവി റെയിൻ? ഈ ഹെവി റെയിനിൽ നിന്ന്, ഈ ഭാരിച്ച മഴയിൽ നിന്നും നമുക്ക് ആരാണ് ഷെൽട്ടർ തരുന്നത്? വി ആർ ഫീലിംഗ് ടു മച്ച് കോൾഡ്. നമുക്ക് എന്താ അനുഭവപ്പെട്ടുകൊണ്ട് അവർ പരസ്പരം പറയുമായിരിക്കും. എന്താണ്? വി ആർ ഫീലിംഗ് ടു മച്ച് കോൾഡ്. നമുക്ക് ഒരുപാട് കോൾഡ് ഫീൽ ചെയ്യുന്നുണ്ട്, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇഫ് വി കാൺ ഫൈൻഡ് എ ഷെൽട്ടർ? ഇഫ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ. ഇഫ് വി കാൺ ഫൈൻഡ് ചെയ്യുക, കണ്ടെത്തുക. കാൺ ഫൈൻഡ്, കണ്ടെത്താൻ കഴിയാതിരിക്കുക. ഇഫ് വി കാൺ ഫൈൻഡ്, നമുക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഷെൽട്ടർ ഒന്നും കിട്ടിയില്ലെങ്കിൽ, വി വിൽ ഡൈ ഇൻ ദിസ് കോൾഡ് റെയിൻ. നമ്മൾ എന്ത് ചെയ്തു പോകും മക്കളെ? വി വിൽ ഡൈ ചെയ്യുക, മരിക്കുക. വി വിൽ ഡൈ ഇൻ ദിസ് കോൾഡ് റെയിൻ. ഈ തണുത്ത മഴയത്ത് നമ്മൾ തണുത്ത് വിറച്ച് പറക്കാൻ കഴിയാതെ മരിച്ചു പോകുമെന്നാണ് അവരുടെ ചിന്ത. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മക്കളും ഫേവറേറ്റ് വൺസ് പഠിക്കുന്നതിനോടൊപ്പം തോട്ട് കൂടി പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനിലൊന്നാണിത്. ഉറപ്പായി എല്ലാവരും പഠിക്കണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.